വേറ്റുവിൻ പി എസ് സി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്റ്റോമെട്രിസ്റ്റ് കേരള PSC സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ചാനലിലൂടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് നോർമൽ ആൻഡ് അബ്നോർമൽ ഐ എന്ന ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ തന്നെ സബ് ടോപ്പിക് ആയിട്ടുള്ള അക്കോമഡേഷൻ ആൻഡ് കൺവേർജൻസ് ആ ഭാഗത്തു നിന്നും വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അക്കോമഡേഷൻ്റെ മുമ്പ് ഒരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഫിസിയോളജി ഓഫ് വിഷൻ എന്നുള്ള ഭാഗത്ത് നിന്ന്. കൺവേർജൻസിൻ്റെ ആ ഒരു ക്ലാസ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, RAF റൂൾ ഈസ് യൂസ്ഡ് ടു മെഷർ ഓപ്ഷൻസ് എ നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷൻ, ബി ഇന്റർ പിപ്പലറി ഡയാമീറ്റർ, സി ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ, ഡി ബോത്ത് എ ആൻഡ് സി. RAF റൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ RAF റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. RAF റൂളിനെ തന്നെയാണ് നമ്മൾ ലിവിങ്സ്റ്റോൺ ബൈനോക്കുലാർ ഗേജ് എന്നും അതുപോലെ പ്രിൻസ് റൂൾ എന്നൊക്കെ പറയുന്നത്. ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, RAF റൂളർ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് എ ഷാഡോസ്കോപ്പി, ബി സ്കയാസ്കോപ്പി, സി പ്രിൻസസ് റൂളർ, ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു RAF റൂളറെ തന്നെയാണ് നമ്മൾ പ്രിൻസസ് റൂളർ എന്നും കൂടെ പറയുന്നത്. ഈ RAFൻ്റെ ഫുൾ ഫോം എന്താണെന്ന് ചോദിച്ചാൽ റോയൽ എയർഫോഴ്സ് എന്നാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ മെഷറിംഗ് വിത്ത് RAF നിയർ പോയിന്റ് ലൈസ് ബിയോണ്ട് ദ ലെങ്ത് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ഓപ്ഷൻസ് എ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഈസ് ഹൈ, ബി ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഈസ് ലോ, സി ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ നോർമൽ, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? നമുക്കറിയാം നമ്മുടെ RAF റൂളറിൽ ഇതാണ് നമ്മളുടെ RAF റൂളറിൻ്റെ പിക്ചർ. ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിന് 3 സൈഡായിരിക്കും ഉണ്ടാവുക. ഒരു സൈഡിൽ ഡയോപ്റ്റർ വാല്യൂസ് പവറിൽ എഴുതിയിട്ടുണ്ടാവും. നെക്സ്റ്റ് സൈഡിലായിട്ട് സെൻറ്റിമീറ്ററുള്ള കുറച്ച് വാല്യൂസ് ഉണ്ടാവും. ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഏജും ഉണ്ടായിരിക്കും, കറസ്പോണ്ടിങ് ഏജ്. അതിൽ നമ്മൾ സെൻറ്റിമീറ്റർ വാല്യൂ എന്ന് പറയുന്നത് നിയർ പോയിന്റ് ഓഫ് അക്കോമഡേഷന് അല്ലെങ്കിൽ നിയർ പോയിന്റ് കൺവേർജൻസിന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഡയോപ്റ്റർ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൽ ഡയോപ്റ്റർ വാല്യൂവും അതുപോലെ നമ്മൾ സെൻറ്റിമീറ്ററുള്ള NP അല്ലെങ്കിൽ NPSC വാല്യൂവും എപ്പോഴും റെസിപ്രോക്കൽസ് ആയിരിക്കും. അതായത് സെൻറ്റിമീറ്റർ വാല്യൂ കൂടും തോറും ഡയോപ്റ്റർ വാല്യൂ എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ നിയർ പോയിന്റ് കിടക്കുന്നത് ബിയോണ്ട് ദ ലെങ്ത് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ എന്തായിരിക്കും? അതായത് അത്രയും നിയർ പോയിന്റിൻ്റെ വാല്യൂ അത്രയും കൂടുതലായിരിക്കും. ആ ലെങ്ത്തിന് അപ്പുറത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിയർ പോയിന്റ് അത്രയും ഡിസ്റ്റൻസിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. സോ അവിടെ നിയർ പോയിന്റിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും, ബിയോണ്ട് ദ റേഞ്ച് ഓഫ് നോർമൽ ലിമിറ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്തായിരിക്കും? ലോ ആയിരിക്കും. അതായത് നിയർ പോയിന്റിൻ്റെ വാല്യൂ കൂടുന്തോറും ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്ത് ചെയ്യും? കുറയും. സോ ഇവിടെ ഓപ്ഷൻ ബി ആണ് ആൻസർ. ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ലോ ആയിരിക്കും. ഇങ്ങനെ നിയർ പോയിന്റ് നമ്മൾ ബിയോണ്ട് ദ ലെങ്ത് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ടാണ് കിടക്കുന്നതെങ്കിൽ അതിനെ ആ ഒരു നോർമൽ റേഞ്ചിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് പ്ലസ് ലെൻസസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കിട്ടുന്ന ആ ഒരു വാല്യൂന്ന് ഡയോപ്റ്റർ വാല്യൂന്ന് ഈ ഒരു പ്ലസ് പവർ കുറക്കുക ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ആ കേസുകളിൽ കാണുക. ഇനി ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട്, അതായത് യങ് പേഷ്യൻസിലൊക്കെ നല്ല ഭയങ്കരമായിട്ട് ഹൈ അക്കോമഡേറ്റീവ് പവർ ഉള്ള ആളുകളിലൊക്കെ നിയർ പോയിന്റ് കിടക്കുന്നത് ഭയങ്കര ക്ലോസ്ഡ് ആയിട്ടായിരിക്കും. അപ്പോൾ നിയർ പോയിന്റ് വാല്യൂ ക്ലോസ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെൻറ്റിമീറ്ററുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത് ചെറുതായിരിക്കും, ചെറിയ വാല്യൂ ആയിരിക്കും. പക്ഷേ അവിടെ കിടക്കുന്ന ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഡയോപ്റ്റർ വാല്യൂ ഉള്ളത് ഹൈ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നമ്മൾ മൈനസ് ലെൻസ് ഇട്ടിട്ടാണ് ഇതിനെ ഈ അടുത്തുള്ള ഒരു നിയർ പോയിന്റ് കുറച്ച് ദൂരത്തേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ടൈപ്പ് ഓഫ് ഡൈനാമിക് റെറ്റിനോസ്കോപ്പി ഓപ്ഷൻസ് എ മോണോക്കുലർ എസ്റ്റിമേഷൻ മെത്തേഡ്, ബി നോട്ട് റെറ്റിനോസ്കോപ്പി, സി ബെൽ റെറ്റിനോസ്കോപ്പി, ഡി ഓൾ ഓഫ് ദീസ്. ഈ പറഞ്ഞ 3 എണ്ണവും ഡൈനാമിക് റെറ്റിനോസ്കോപ്പിയിൽ വരുന്നതാണ്. ഡൈനാമിക് റെറ്റിനോസ്കോപ്പി എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? നമ്മളുടെ അക്കോമഡേറ്റീവ് റെസ്പോൺസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡൈനാമിക് റെറ്റിനോസ്കോപ്പി ചെയ്യുന്നത്. ഇതിൽ മോണോക്കുലർ എസ്റ്റിമേഷൻ മെത്തേഡും നോട്ട് റെറ്റിനോസ്കോപ്പിയും നമ്മൾ ടെക്സ്റ്റിൽ ഒന്ന് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പറയാം. മോണോക്കുലർ എസ്റ്റിമേഷൻ മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ പേഷ്യൻറ്റിനെ നമ്മൾ സാധാരണ റെറ്റിനോസ്കോപ്പി ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസിൽ ഇരുത്തും. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു 40 സെൻറ്റിമീറ്ററിൽ നമ്മളുടെ റെറ്റിനോസ്കോപ്പി ഉണ്ടാവുമല്ലോ, അതിൽ തന്നെയായിരിക്കും നമ്മൾ അതിൻ്റെ ഒരു ടാർഗറ്റും കൊടുക്കുക. ഇതിൽ കാണിച്ച പോലെ നമ്മുടെ റെറ്റിനോസ്കോപ്പ് തന്നെ നമ്മളുടെ ടാർഗറ്റ് മൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നമ്മളൊരു 40 സെൻറ്റിമീറ്ററിൽ ഇരുന്നിട്ടാണ് ഇത് പെർഫോം ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ന്യൂട്രാലിറ്റി അറ്റൈൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലെൻസ് പവർ നോട്ട് ചെയ്യും. അങ്ങനെയാണ് മോണോക്കുലർ എസ്റ്റിമേഷൻ മെത്തേഡ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ നോട്ട് റെറ്റിനോസ്കോപ്പി ഫോർ ന്യൂട്രലൈസിംഗ് വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് റെഡ് റിഫ്ലക്സ് എക്സാമിനർ ഷുഡ് മൂവ്സ് ഓപ്ഷൻസ് എ away ഫ്രം പേഷ്യൻസ്, ബി ടുവാർഡ്സ് ദ പേഷ്യൻറ്റ്, സി നോ മൂവ്മെൻറ്റ് നീഡഡ്, ഡി നൺ ഓഫ് ദീസ്.
അതായത് നമ്മളിപ്പോൾ മോണോക്കുലർ എസ്റ്റിമേഷൻ മെത്തേഡ് പറഞ്ഞു. അതിന്ന് ഡിഫറൻ്റ് ആയിട്ട് നോട്ട് റെറ്റിനോസ്കോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ലെൻസസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ എങ്ങനെയാണ് ന്യൂട്രലൈസ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ വർക്കിംഗ് ഡിസ്റ്റൻസിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ന്യൂട്രലൈസേഷൻ അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ വിത്ത് മൂവ്മെൻ്റ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത് എങ്കിൽ, റെഡ് റിഫ്ലെക്സ് വിത്ത് മൂവ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ എവേ ഫ്രം ദി പേഷ്യൻ്റ് ആണ് മൂവ് ചെയ്യേണ്ടത്. അതുപോലെ എഗെയിൻസ്റ്റ് മൂവ്മെൻ്റ് ആണ് ഇനി കാണിക്കുന്നതെങ്കിൽ നമ്മൾ പേഷ്യൻസിന് ടുവാർഡ്സ് ആയിട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അങ്ങനെയാണ് നമ്മളത് ന്യൂട്രലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വിത്ത് മൂവ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ എവേ ഫ്രം പേഷ്യൻ്റ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മുടെ കിഗുറാനയുടെ റിവ്യൂ ഓഫ് ഒഫ്താൽമോളജി ടെക്സ്റ്റ് ബുക്കിൽ MCQയിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിയർ പോയിന്റ് 5 വാരീസ് വിത്ത് ഓപ്ഷൻസ് എ ദ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്, ബി ദ സ്റ്റാറ്റിക് റിഫ്രാക്ഷൻ ഓഫ് ദ ഐ, സി ബോത്ത് ഓഫ് ദ എബോ, ഡി നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബോത്ത് ഓഫ് ദ എബോ ആണ്. ഒരാളുടെ നിയർ പോയിന്റ് വാരി ചെയ്യുന്നത് അയാളുടെ ഏജിനനുസരിച്ചും അതുപോലെ തന്നെ സ്റ്റാറ്റിക് റിഫ്രാക്ഷൻ ഓഫ് ദ ഐ, ഇത് രണ്ടും ബേസ് ചെയ്തിട്ടാണ് അയാളുടെ നിയർ പോയിന്റ് വാരി ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫാർ പോയിന്റ് 5 വാരീസ് വിത്ത് ഓപ്ഷൻസ് എ ദ ഏജ് ഓഫ് ദ പേഷ്യൻറ്റ്, ബി ദ സ്റ്റാറ്റിക് റിഫ്രാക്ഷൻ ഓഫ് ദ ഐ, സി ബോത്ത് ഓഫ് ദ എബോ, ഡി നൺ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ സ്റ്റാറ്റിക് റിഫ്രാക്ഷൻ ഓഫ് ദ ഐ. പേഷ്യൻറ്റിൻ്റെ ഫാർ പോയിന്റ് ഏജിനനുസരിച്ചിട്ട് മാറുന്നില്ല, പക്ഷേ സ്റ്റാറ്റിക് റിഫ്രാക്ഷനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. നിയർ പോയിന്റ് ആണ് ഏജും സ്റ്റാറ്റിക് റിഫ്രാക്ഷനെയും ബോത്ത് ഡിപ്പെൻഡ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോമഡേറ്റീവ് ഫ്ലിപ്പർ ഈസ് യൂസ്ഡ് ടു ഓപ്ഷൻസ് എ ടെസ്റ്റിംഗ് അക്കോമഡേറ്റീവ് ഫെസിലിറ്റി, ബി അസസ്മെൻറ്റ് ഓഫ് NPA, സി അസസ്മെൻറ്റ് ഓഫ് NPC, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? അക്കോമഡേറ്റീവ് ഫ്ലിപ്പർ നമ്മൾ യൂസ് ചെയ്യുന്നത് അക്കോമഡേറ്റീവ് ഫെസിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇതാണ് അക്കോമഡേറ്റീവ് ഫ്ലിപ്പർ. അസസ്ഡ് ബൈ ടെസ്റ്റിംഗ് അക്കോമഡേറ്റീവ് ഫെസിലിറ്റി. ഇതിലെങ്ങനെയാണ്? +2 DS വിത്ത് -2 DS ഈസ് യൂസ്ഡ് ബൈ റാപ്പിഡ്ലി ഫ്ലിപ്പിംഗ് ദ ലെൻസസ്. അതിൽ കണ്ടില്ല, അതിലൊരു മേൽ പോർഷനിൽ അപ്പർ പോർഷനിൽ +2 ആണെങ്കിൽ ഡൗൺ പോർഷനിൽ -2 ആയിരിക്കും. അപ്പം നമ്മൾ റാപ്പിഡായിട്ട് അതെന്ത് ചെയ്യും, നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡിഫിക്കൽട്ടി വിത്ത് പ്ലസ് ലെൻസുമായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടി തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവർക്ക് അക്കോമഡേറ്റീവ് എക്സസ് ആണ്. അതായത് അവർക്ക് അത്ര അക്കോമഡേഷൻ ആവശ്യമില്ല, അതായത് ഓൾറെഡി അവർക്ക് അക്കോമഡേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ലെൻസും കൂടെ വെക്കുമ്പോൾ അവർക്കത് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് അക്കോമഡേറ്റീവ് എക്സസ് ആയിട്ട് കാണിക്കുന്നത്. ഇനി ഡിഫിക്കൽട്ടി വിത്ത് മൈനസ് ലെൻസ്, ആ ഫ്ലിപ്പ് ചെയ്യുന്ന പോർഷനിൽ മൈനസ് ലെൻസ് എത്തുമ്പോഴാണ് അവർക്ക് ഡിഫിക്കൽട്ടി തോന്നുന്നതെങ്കിൽ അതിനർത്ഥം അവർ പ്രസ്ബയോപ്സ് ആയിരിക്കും, അതായത് അക്കോമഡേറ്റീവ് ഇൻസഫിഷ്യൻസി ഉള്ള ആളുകളായിരിക്കും. കാരണം അവർക്ക് എന്ത് ചെയ്യുന്നില്ല, ആ ഒരു മൈനസ് ലെൻസ് ആക്സെപ്റ്റ് ചെയ്യാൻ ഒട്ടും പറ്റുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് ആ ഡിഫിക്കൽട്ടി വരുന്നത്. അവർക്ക് ആ പ്ലസ് ലെൻസിൻ്റെ പോർഷൻ എത്തുമ്പോൾ കുറച്ചുകൂടെ എന്തായിരിക്കും, റിലാക്സ്ഡ് ആയിരിക്കും. സോ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോമഡേറ്റീവ് ഫെസിലിറ്റി ടെസ്റ്റിംഗ് വിത്ത് അക്കോമഡേറ്റീവ് ഫ്ലിപ്പർ, ഡിഫിക്കൽട്ടി വിത്ത് പ്ലസ് ലെൻസസ് ഈസ് സീൻ ഇൻ പേഷ്യൻസ് വിത്ത് ഓപ്ഷൻസ് എ അക്കോമഡേറ്റീവ് എക്സസ്, ബി അക്കോമഡേറ്റീവ് ഇൻസഫിഷ്യൻസി, സി പ്രസ്ബയോപ്സ്, ഡി നൺ ഓഫ് ദീസ്. നമ്മളിപ്പോൾ പറഞ്ഞു ഡിഫിക്കൽട്ടി വിത്ത് പ്ലസ് ലെൻസ് ആണെങ്കിൽ അക്കോമഡേറ്റീവ് എക്സസ് ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. നേരെ തിരിച്ചും ക്വസ്റ്റ്യൻസ് വരാം. ഡിഫിക്കൽട്ടി വിത്ത് മൈനസ് ലെൻസസ് ആണെന്നുണ്ടെങ്കിൽ അക്കോമഡേറ്റീവ് ഇൻസഫിഷ്യൻസിയും പ്രസ്ബയോപ്സും രണ്ടും ആൻസറായിട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിമച്വർ സ്ക്ലിറോസിസ് ഓഫ് ലെൻസ് ആൻഡ് വീക്ക്നെസ് ഓഫ് സിലിയറി മസിൽ ക്യാൻ ലെഡ് ടു ഓപ്ഷൻസ് എ ഇൽ സസ്റ്റെയിൻഡ് അക്കോമഡേഷൻ, ബി ഇൻസഫിഷ്യൻസി ഓഫ് അക്കോമഡേഷൻ, സി ഇനേർഷ്യ ഓഫ് അക്കോമഡേഷൻ, ഡി പാരലിസിസ് ഓഫ് അക്കോമഡേഷൻ. ഇതിൻ്റെ ആൻസർ എന്താണ്? പ്രിമച്വർ സ്ക്ലിറോസിസ് ഓഫ് ലെൻസ് അതുപോലെ വീക്ക്നെസ് ഓഫ് സിലിയറി മസിലൊക്കെ ഓപ്ഷൻ ബി ഇൻസഫിഷ്യൻസി ഓഫ് അക്കോമഡേഷനുള്ള കോസസ് ആണ്. ഇൻസഫിഷ്യൻസി ഓഫ് അക്കോമഡേഷൻ എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദ അക്കോമഡേറ്റീവ് പവർ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ആൻഡ് പെർസിസ്റ്റൻ്റ്ലി ബിലോ ദ നോർമൽ ഫിസിയോളജിക്കൽ ലിമിറ്റ്സ് ഫോർ ദ പേഷ്യൻസ് ഏജ്. അതായത് ഓരോരുത്തർക്കും അവരുടെ ഏജിനനുസരിച്ചിട്ടുള്ള അക്കോമഡേറ്റീവ് പവർ ആവശ്യമുണ്ടാവും. അതിനേക്കാൾ ആ ഒരു ലിമിറ്റിൽ കുറയുമ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻസഫിഷ്യൻസി ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൽ സസ്റ്റെയിൻഡ് അക്കോമഡേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഓപ്ഷൻസ് എ അക്കോമഡേഷൻ ഇനേർഷ്യ, ബി അക്കോമഡേഷൻ ഫാറ്റിക്, സി പ്രസ്ബയോപ്പിയ, ഡി നൺ ഓഫ് ദീസ്. ഇൽ സസ്റ്റെയിൻഡ് അക്കോമഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ബി അക്കോമഡേഷൻ ഫാറ്റിക് ആണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ നോർമൽ ലിമിറ്റ്സിൽ വേണ്ട അക്കോമഡേറ്റീവ് പവർ ഒക്കെ ഉണ്ടായിരിക്കും, പക്ഷെ അത് എന്ത് ചെയ്തിട്ടില്ല, സഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല, യൂസ് ചെയ്യാൻ പറ്റില്ല. ആ ഒരു അവസ്ഥയാണ് ഇൽ സസ്റ്റെയിൻഡ് അക്കോമഡേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് അക്കോമഡേഷൻ ഈസ് നോൺ ആസ് ഓപ്ഷൻസ് എ ഇൽ സസ്റ്റെയിൻഡ് അക്കോമഡേഷൻ, ബി പാരലിസിസ് ഓഫ് അക്കോമഡേഷൻ, സി ഇൻസഫിഷ്യൻസി ഓഫ് അക്കോമഡേഷൻ, ഡി നൺ ഓഫ് ദിസ്. കംപ്ലീറ്റ് ആബ്സെൻസ് ഓഫ് അക്കോമഡേഷനെ പറയുന്നതാണ് ഓപ്ഷൻ ബി പാരലിസിസ് ഓഫ് അക്കോമഡേഷൻ, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സൈക്ലോപ്ലീജിയ എന്നുള്ള ടേമും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൈക്ലോപ്ലീജിയ കോസസ് ഓപ്ഷൻസ് എ ഇൽ സസ്റ്റെയിൻഡ് അക്കോമഡേഷൻ,
ബി പാരലിസ് ഓഫ് അക്കോമഡേഷൻ, സി പ്രസ്ബയോപ്പിയ, ഡി ഇനേർഷ്യ ഓഫ് അക്കോമഡേഷൻ. നമ്മളിപ്പോൾ പറഞ്ഞു ഓപ്ഷൻ ബി പാരലിസ് ഓഫ് അക്കോമഡേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്ലോപ്ലീജിയ റിസൾട്ട്സ് ഡ്യൂ ടു ഓപ്ഷൻസ് എ അട്രോപ്പിൻ, ബി ഹോമട്രോപ്പിൻ, സി പാരാസിമ്പതോലിറ്റിക് ഡ്രഗ്സ്, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്. ഈ അട്രോപ്പിനും ഹോമട്രോപ്പിനും സൈക്ലോപെൻഡുലേറ്റും ഒക്കെ ട്രോപ്പിക്കമൈഡും ഒക്കെ നമ്മുടെ പാരാസിമ്പതോലിറ്റിക് ഡ്രഗ്സിൽ വരുന്ന തന്നെയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇതെല്ലാം ഇതിൽ വരുന്ന തന്നെയാണ്. ശ്രദ്ധിക്കണം, പാരാസിമ്പതോലിറ്റിക് ആണോ മിമിറ്റിക് ആണോ? പാരാസിമ്പതോ മിമിറ്റിക് എന്നും ചിലപ്പോൾ ഓപ്ഷൻസിൽ ഉണ്ടാവും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പാരാസിമ്പതോലിറ്റിക് ഡ്രഗ്സ് ആണ്. അതായത് ലിറ്റിക് എന്ന് വെച്ചാൽ ആൻറ്റികോളിനർജിക് ആക്ഷൻസ് ആണ്. അതായത് പാരാസിമ്പതറ്റിക് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആക്ഷൻ ഉള്ളവയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സേർഷൻ ഓഫ് അബ്നോർമലി എക്സസീവ് അക്കോമഡേഷൻ ഈസ് നോൺ ആസ് ഓപ്ഷൻസ് എ സ്പാസം ഓഫ് അക്കോമഡേഷൻ, ബി ഇനേർഷ്യ ഓഫ് അക്കോമഡേഷൻ, സി പാരലിസ് ഓഫ് അക്കോമഡേഷൻ, ഡി പ്രസ്ബയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ സ്പാസം ഓഫ് അക്കോമഡേഷൻ ആണ്. അതായത് കണ്ടിന്യൂസ് എക്സേർഷൻ ഓഫ് അബ്നോർമലി എക്സസീവ് അക്കോമഡേഷൻ വിച്ച് ഈസ് ഔട്ട് ഓഫ് ദ വോളണ്ടറി കൺട്രോൾ ഓഫ് ദ ഇൻഡിവിജ്വൽ. ഇതാണ് സ്പാസം ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇനി ഇനേർഷ്യ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതും അക്കോമഡേഷൻ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അതായത് ഡിഫിക്കൽട്ടി ഇൻ അഡ്ജസ്റ്റിംഗ് ദി അക്കോമഡേഷൻ അക്കോർഡിംഗ് ടു ദി ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് ഓഫ് റിഗാർഡ് സോ ആസ് ടു ഗെയിൻ ക്ലിയർ വിഷൻ. അതായത് നമുക്ക് ക്ലിയർ വിഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അതായത് നമ്മൾ അക്കോമഡേഷൻ നമ്മൾ ഡിസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കുമ്പോഴും നിയറിലേക്ക് നോക്കുമ്പോഴും നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയണം. ആ ഒരു കഴിവില്ലായ്മ, ആ ഒരു ഇനേർഷ്യ എന്ന് വെച്ചാൽ അതാണല്ലോ, ആ ഒരു ഡിഫിക്കൽട്ടിയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്കോമഡേഷൻ ഇനേർഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്പോണ്ടേനിയസ് സ്പാസം ഓഫ് അക്കോമഡേഷൻ ലീഡ് ടു ഓപ്ഷൻസ് എ ഇൻഡ്യൂസ്ഡ് മയോപ്പിയ, ബി ഇൻഡ്യൂസ്ഡ് ഹൈപ്പറോപ്പിയ, സി അസ്റ്റിഗ്മാറ്റിസം, ഡി പ്രസ്ബയോപ്പിയ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഇൻഡ്യൂസ്ഡ് മയോപ്പിയ ആണ്. നമുക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് അക്കോമഡേഷൻ ഒരു കൂടുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ കണ്ണിന് ആ ഒരു ടോട്ടൽ പവർ എന്ത് ചെയ്യും? എക്സസ് ആയി മാറും. അപ്പോൾ അവിടെ മയോപ്പിയാണ് ഇൻഡ്യൂസ് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കൺവേർജൻസ്. ഓപ്ഷൻസ് എ കൺവേർജൻസ് ഈസ് എ ഡിസ്റ്റുഗേറ്റ് മൂവ്മെൻറ്റ്, B. It allows bifoveal single vision, C. Convergence varies with age, D. Can be increased by exercise. ഇതിൻ്റെ ആൻസർ എന്താണ്? ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ഇവിടെ ഇൻകറക്റ്റ്. കൺവേർജൻസ് എന്ത് ചെയ്യുന്നില്ല? ഏജിനനുസരിച്ചിട്ട് വാരി ചെയ്യുന്നില്ല. അത് ത്രൂ ഔട്ട് ലൈഫ് എന്തായിരിക്കും? സെയിം തന്നെ ആയിരിക്കും. അക്കോമഡേഷനാണ് എന്ത് ചെയ്യുന്നത്? ഏജിനനുസരിച്ച് വാരി ചെയ്യുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. കൺവേർജൻസ് എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റുഗേറ്റ് മൂവ്മെൻ്റ് ആണ്. ഇറ്റ് അലോസ് ബൈഫോവിയൽ സിംഗിൾ വിഷൻ. അതുപോലെ നമുക്ക് എക്സസൈസ് വഴി എന്ത് ചെയ്യാൻ പറ്റും? കൺവേർജൻസിന് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കമ്പോണൻസ് ഓഫ് റിഫ്ലക്സ് കൺവേർജൻസ്. ഓപ്ഷൻസ് എ ടോണിക് കൺവേർജൻസ്, ബി ഫ്യൂഷണൽ കൺവേർജൻസ്, സി അക്കോമഡേറ്റീവ് കൺവേർജൻസ്, ഡി ഓൾ ഓഫ് ദ എബോ. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ എബോ ആണ്. വോളണ്ടറി കൺവേർജൻസും ഉണ്ട്, റിഫ്ലക്സ് കൺവേർജൻസും ഉണ്ട്. വോളണ്ടറി എന്ന് വെച്ചാൽ നമ്മൾ സ്വയം എന്ത് ചെയ്യുക? കൺവേർജൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വോളണ്ടറി ആയിട്ടുള്ളത്. ചിലരൊക്കെ കണ്ണ് ഉള്ളിലേക്ക് കൊണ്ടുവരില്ലേ? ആ ഒരു സംഭവം, അത് വോളണ്ടറി ആയിട്ടുള്ളത്. അത് നമ്മളുടെ നോർമൽ ഡേ ടു ഡേ ലൈഫിൻ്റെ ഒരു ഭാഗമല്ല. ഇനി റിഫ്ലക്സ് കൺവേർജൻസ് എന്ന് പറയുന്നത് നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് അതൊരു വോളണ്ടറി കൺട്രോളുള്ള കാര്യമല്ല. അതിന് 4 കമ്പോണൻസ് ആണ് ഉള്ളത്. ടോണിക്, ഫ്യൂഷണൽ, അക്കോമഡേറ്റീവ് നമ്മൾ പറഞ്ഞു. ഇത് കൂടാണ്ട് പ്രോക്സിമൽ കൺവേർജൻസ് കൂടെ ഉണ്ട്. അതും കൂടെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കൺവേർജൻസ്. ഓപ്ഷൻസ് എ ടോണിക് കൺവേർജൻസ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഫ്യൂഷൻ ഓർ ഒബ്ജക്റ്റ് പ്രോക്സിമിറ്റി, ബി ഫ്യൂഷണൽ കൺവേർജൻസ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് കൺവേർജൻസ് ഇൻ ദ സ്റ്റഡി ഓഫ് മോട്ടോർ അനോമലീസ്, സി ദ സ്റ്റിമുലസ് ഫോർ അക്കോമഡേറ്റീവ് കൺവേർജൻസ് ഈസ് ബ്ലർഡ് റെറ്റിനൽ ഇമേജസ്, ഡി ഓൾ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നമുക്ക് ഈ കമ്പോണൻസ് ഒന്നും അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ആവശ്യമില്ല. പക്ഷേ എങ്ങാനും ചോദിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയത്. ഈ ടോണിക് കൺവേർജൻസ് എന്ന് പറയുന്നത് results from some inherent innervational tone of the extraocular muscles when the patient is awake. It is the sum of excitatory and inhibitory influences from different sources such as cortical centers, subcortical centers and vestibular organs. It is independent of fusion or object proximity. അതായത് ടോണിക് കൺവേർജൻസ് എന്ന് പറയുന്നത് ഫ്യൂഷനെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് പ്രോക്സിമിറ്റിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നതല്ല. അത് പേഷ്യൻ്റ് അവൈക്ക് ആയിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ എക്സ്ട്രാ ഓക്കുലർ മസിൽസിൽ നിന്നും കിട്ടുന്ന ഒരു ഇന്നോവേഷണൽ ടോൺ ഉണ്ടല്ലോ, അത് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഒരു കൺവേർജൻസ് ആണ്. ഈ ജനറൽ അനസ്തേഷ്യൊക്കെ ചെയ്യുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഇത് ഡിസപ്പർ ചെയ്യുമെന്നാണ് പറയുന്നത്, ഈ ടോണിക് കൺവേർജൻസ്. അതുപോലെ ഇത് ചൈൽഡ്ഹുഡിലാണ് മോസ്റ്റ് പ്രൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഏജിനനുസരിച്ച് ഈ ടോണിക് കൺവേർജൻസ് കുറയുകയും ചെയ്യും. ഈ കാര്യങ്ങളും കൂടെ ഓർത്തു വെക്കുക. നെക്സ്റ്റ്,
ഫ്യൂഷണൽ കൺവേർജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്, അതായത് ഈ ഒരു റെറ്റിനൽ ഉണ്ടാകുന്ന ഡിസ്പാരിറ്റീസ് ആണ് ഫ്യൂഷണൽ കൺവേർജൻസിൻ്റെ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഇതതുപോലെ സ്റ്റഡി ഓഫ് മോട്ടോർ അനോമലീസിനൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഫ്യൂഷണൽ കൺവേർജൻസ് ആണ്. പിന്നെ നെക്സ്റ്റ് അക്കോമഡേറ്റീവ് കൺവേർജൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത് ബ്ലർഡ് റെറ്റിനൽ ഇമേജസ് ആണ്. നിയർ വിഷൻ ട്രയാഡിൽ വരുന്ന ഒരു കമ്പോണൻ്റ് ആണ് ഈ അക്കോമഡേറ്റീവ് കൺവേർജൻസ് എന്ന് പറയുന്നത്. അക്കോമഡേറ്റീവ് കൺവേർജൻസ്, അക്കോമഡേഷൻ, അതുപോലെ മിയോസിസ്, ഇത് മൂന്നുമാണ് ട്രയാഡ് ഓഫ് സിങ്കൈനറ്റിക് നിയർ റിഫ്ലക്സ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നതാണ് ഈ ഒരു അക്കോമഡേറ്റീവ് കൺവേർജൻസും. അതിൻ്റെ സ്റ്റിമുലസ് ബ്ലർഡ് റെറ്റിനൽ ഇമേജസ് ആണ്. ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ഒരു പ്രോക്സിമൽ കൺവേർജൻസ് എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് കൂടെ ഉണ്ട് റിഫ്ലക്സ് കൺവേർജൻസിൻ്റെ ഭാഗമായിട്ട്. അതിൻ്റെ ഒരു സ്റ്റിമുലസ് എന്ന് പറയുന്നത്, അതായത് ഒബ്ജക്റ്റിൻ്റെ പ്രോക്സിമിറ്റി ആണ്. The proximity of the object or of regard or the awareness of the proximity of a near object. അപ്പോൾ ഈ കാര്യം കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ദ ട്രയാഡ് ഓഫ് സിങ്കൈനറ്റിക് നിയർ റിഫ്ലക്സ് കോംപ്ലക്സ് ഇൻക്ലൂഡ്. ഓപ്ഷൻസ് ഞാൻ വായിക്കുന്നില്ല എല്ലാം. അപ്പം നമ്മൾ പറഞ്ഞു ഏതാണ്? ഓപ്ഷൻ എ ആണ് അക്കോമഡേറ്റീവ് കൺവേർജൻസ്, മിയോസിസ്, അക്കോമഡേഷൻ. ഇത് മൂന്നുമാണ് സിങ്കൈനറ്റിക് നിയർ റിഫ്ലക്സിൽ വരുന്നത്. നമ്മൾ ഡൈവേർജൻസ് ഒക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ എന്ത് ചെയ്യരുത്, അതൊന്നും കൺഫ്യൂഷൻ ആയി പോകരുത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, select incorrect statement about AC by ratio. Options: A. The normal AC by ratio is about 3 to 5 prism diopters for 1 diopter of accommodation. B. The majority of myopes have a high AC by ratio and hyperopes have low AC by ratio as compared with the emmetropes. C. High AC by A ratio produces convergent squint. D. High AC by A ratio produces divergent squint. ഇതിൻ്റെ ആൻസർ എന്താണ്? എ സി ബൈ എ റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ അക്കോമഡേറ്റീവ് കൺവേർജൻസും അതുപോലെ അക്കോമഡേഷൻ തമ്മിലുള്ള ഒരു റിലേഷനാണ്. ഇത് ഒരുപാട് കാര്യങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ നോർമൽ എ സി ബൈ റേഷ്യോ ഈസ് എബൌട്ട് 3 to 5 പ്രിസം ഡയോപ്റ്റേഴ്സ് ഫോർ 1 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരു ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷന് നോർമൽ ആയിട്ടുള്ള എ സി ബൈ റേഷ്യോ എന്ന് പറയുന്നത് 3 to 5 പ്രിസം ഡയോപ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് ദ മെജോറിറ്റി ഓഫ് മയോസ് ഹാവ് ഹൈ എ സി ബൈ റേഷ്യോ ആൻഡ് ഹൈപ്രോപ്സ് ഹാവ് ലോ എ സി ബൈ റേഷ്യോ ആസ് കമ്പയർഡ് വിത്ത് ദി എമ്മെട്രോപ്സ്. ഇതും കറക്റ്റ് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും. ഇനി സി എന്താണ്? ഹൈ എ സി ബൈ റേഷ്യോ പ്രൊഡ്യൂസസ് കൺവേർജൻസ് സ്ക്വിൻറ്റ്. അതും കറക്റ്റ് ആണ്. ഡി എന്താണ്? ഹൈ എ സി ബൈ റേഷ്യോ പ്രൊഡ്യൂസസ് ഡൈവേർജൻസ് സ്ക്വിൻറ്റ്. അത് തെറ്റാണ്. എ സി ബൈ റേഷ്യോ കുറയുമ്പോഴാണ് കണ്ണ് ഡൈവേർജൻസിലേക്ക് പോകുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺവേർജൻസ് ആംഗിൾ ക്യാൻ ബി മെഷേർഡ് ഇൻ. ഓപ്ഷൻസ്: എ മീറ്റർ ആംഗിൾ, ബി പ്രിസം ഡയോപ്റ്റർ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ്. മീറ്റർ ആംഗിളിലും പ്രിസം ഡയോപ്റ്ററിലും നമുക്ക് കൺവേർജൻസ് ആംഗിൾ പറയാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ ഒബ്ജക്റ്റ് ഈസ് അറ്റ് 2 meter, ഇറ്റ്സ് മീറ്റർ ആംഗിൾ ഈസ്. ഇത് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും അതിനുള്ള ആ ഒരു മീറ്റർ ആംഗിളിൽ നമ്മൾ പറയുന്ന കൺവേർജൻസും റെസിപ്രോക്കലി ആയിരിക്കും പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. The convergence exerted in meter angle by each eye is inversely proportional to the distance in meters the object is in front of the eyes. അപ്പോൾ ഇവിടെ 2 meter ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിപ്രോക്കൽ ഇൻവേഴ്സ് എന്ന് പറയുന്നത് 1/2. അപ്പോൾ ഇവിടെ മീറ്റർ ആംഗിൾ എത്രയായിരിക്കും? 0.5 മീറ്റർ ആംഗിൾ ആയിരിക്കും. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനിയിപ്പോൾ നേരെ തിരിച്ച് നമ്മളെ ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് ഒരു 1 meter ആണെങ്കിൽ അതിൻ്റെ മീറ്റർ ആംഗിൾ എത്രയായിരിക്കും? 1 തന്നെ ആയിരിക്കും. അതുപോലെ 3 ആണെങ്കിൽ 1/3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 diopter of accommodation is associated with dash meter angle of convergence of each eye. ഓപ്ഷൻസ്: എ 1 meter angle, ബി 2 meter angle, സി 3 meter angle, ഡി 4 meter angle. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ 1 meter angle ആണ്. In an emmetropic eye, the number of diopters of accommodation required to see an object clearly is equal to the number of meter angles. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെ ടെക്സ്റ്റിലുള്ളതാണ്, അത് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1 meter angle convergence is equal to dash prism diopter convergence. ഞാൻ പറഞ്ഞു കൺവേർജൻസ് ആംഗിൾ നമുക്ക് മീറ്റർ ആംഗിളിലും പറയാം, അതുപോലെ തന്നെ പ്രിസം ഡയോപ്റ്റേഴ്സിലും പറയാം. അപ്പോൾ 1 meter angle convergence എന്ന് പറയുന്നത് പ്രിസം ഡയോപ്റ്ററിൽ പറയുമ്പോൾ എത്രയായിരിക്കും? ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി 3 പ്രിസം ഡയോപ്റ്റർ ആണ്. അപ്പോൾ 2 meter angle convergence ആണെന്നുണ്ടെങ്കിലോ പ്രിസം ഡയോപ്റ്ററിൽ പറയുമ്പോൾ എത്രയായിരിക്കും? അപ്പോൾ 6 പ്രിസം ഡയോപ്റ്റർ ആയിരിക്കും. മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓപ്ഷൻസ്: എ far point of convergence is usually at infinity, b at rest far point of convergence may be in negative, c range of convergence is the distance between far point of convergence and near point of convergence, d all of the above. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ്.
ഫാർ പോയിന്റ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇൻഫിനിറ്റിയിൽ തന്നെയാണ്. അതുപോലെ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണ് കുറച്ച്, അതായത് ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ചെറിയൊരു ഡൈവേർജൻസിലായിരിക്കും. സോ ഡൈവേർജൻസിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നമ്മളതിനെ നെഗറ്റീവ് കൺവേർജൻസ് എന്നാണ് പറയാം. അപ്പോൾ അവിടെ ഫാർ പോയിന്റ് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. ഇനി റേഞ്ച് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫാർ പോയിന്റ് ഓഫ് കൺവേർജൻസ് ആൻഡ് നിയർ പോയിന്റ് ഓഫ് കൺവേർജൻസ്. അതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ തന്നെയാണ് നമ്മൾ റേഞ്ച് ഓഫ് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇതിൽ പോസിറ്റീവ് റേഞ്ച് ഓഫ് കൺവേർജൻസും ഉണ്ട്, നെഗറ്റീവ് റേഞ്ച് ഓഫ് കൺവേർജൻസും ഉണ്ട്. നമ്മുടെ ഐക്കും ഇൻഫിനിറ്റിക്കും ഇടയിലുള്ള ആ ഒരു പാർട്ടാണ് പോസിറ്റീവ് കൺവേർജൻസ് ആയിട്ട് പറയുന്നത്. ആൻഡ് ബിയോണ്ട് ദ ഇൻഫിനിറ്റി, അതായത് ബിഹൈൻഡ് ദ ഐ ആയിട്ട് നമ്മൾ പറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നെഗറ്റീവ് കൺവേർജൻസ് അല്ലെങ്കിൽ ഡൈവേർജൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ദ ഡിഫറൻസ് ഇൻ ദി കൺവേർജൻസ് പവർ എക്സേർട്ടഡ് ടു മെയിൻറ്റെയിൻ ദ ഐ ഇൻ പൊസിഷൻ ഓഫ് റെസ്റ്റ് ആൻഡ് ഇൻ പൊസിഷൻ ഓഫ് മാക്സിമം കൺവേർജൻസ് ഈസ് കോൾഡ്. ഓപ്ഷൻസ്: എ റേഞ്ച് ഓഫ് കൺവേർജൻസ്, ബി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺവേർജൻസ്, സി ഫാർ പോയിന്റ് ഓഫ് കൺവേർജൻസ്, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺവേർജൻസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺവേർജൻസ് എന്ന് വെച്ചാൽ എന്താണ്? ദ ഡിഫറൻസ് ഇൻ ദി കൺവേർജൻസ് പവർ എക്സേർട്ടഡ് ടു മെയിൻറ്റെയിൻ ദി ഐ ഇൻ പൊസിഷൻ ഓഫ് റെസ്റ്റ് ആൻഡ് ഇൻ പൊസിഷൻ ഓഫ് മാക്സിമം കൺവേർജൻസ്. അപ്പോൾ അതും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ്, ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺവേർജൻസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ഓപ്ഷൻസ്: എ പ്രിസം ബാർ, ബി സിനാപ്റ്റോഫോർ, സി ബോത്ത് എ ആൻഡ് ബി, ഡി നൺ ഓഫ് ദീസ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് ഓഫ് കൺവേർജൻസ് നമുക്ക് പ്രിസം ബാർ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും, സിനാപ്റ്റോഫോർ യൂസ് ചെയ്തിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഓപ്ഷൻ സി ബോത്ത് എ ആൻഡ് ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നോർമൽ റേഞ്ച് ഓഫ് എൻ പി സി. ഓപ്ഷൻസ്: എ 5 to 10 cm, ബി 10 to 15, സി 15 to 20 cm, ഡി 20 to 25. നോർമൽ റേഞ്ച് എത്രയാണ്? 5 to 10 cm ആണ്. നമ്മൾ നോർമലായിട്ട് ഒരു 7 cm ഒക്കെയാണ് അതിൻ്റെ ആവറേജ്. 5 to 10 എങ്കിലും റേഞ്ചിൽ ഉണ്ടാവണം. 5നേക്കാൾ കുറഞ്ഞാൽ നമ്മൾ കൺവേർജൻസ് എക്സസ് ആണ്. ഇനി 10 cm കൂടുതലാണെങ്കിലോ കൺവേർജൻസ്, അപ്പോൾ നമ്മൾ അതിന് കൺവേർജൻസ് ഇൻസഫിഷ്യൻസി എന്നാണ് പറയാം. ഡെഫിഷ്യൻ്റ് ആണ്, നമുക്ക് നോർമൽ ആയിട്ടുള്ള അളവിലില്ല. അപ്പോൾ നമ്മൾ കൺവേർജൻസ് എക്സസൈസ് ഒക്കെ ചെയ്ത് അതിനെ ആ നോർമൽ റേഞ്ചിലേക്ക് നമ്മൾ കൊണ്ടുവരികയൊക്കെ ചെയ്യും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഓർക്കുക. നെക്സ്റ്റ്, എ സി ബൈ റേഷ്യോ ക്യാൻ ബി മെഷേർഡ് ബൈ യൂസിങ് ഓപ്ഷൻസ്: എ ഹെട്രോഫോറിയ മെത്തേഡ്, ബി ഗ്രേഡിയൻ മെത്തേഡ്, സി ഫിക്സേഷൻ ഡിസ്പാരിറ്റി മെത്തേഡ്, ഡി ഓൾ ഓഫ് ദി അബോവ്. ഇതിൻ്റെ ആൻസർ എന്താണ്? എ സി ബൈ റേഷ്യോ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് ഹെട്രോഫോറിയ മെത്തേഡ്, ഗ്രേഡിയൻ മെത്തേഡ്, ഫിക്സേഷൻ ഡിസ്പാരിറ്റി മെത്തേഡ്, പിന്നെ ഒരു ഹാപ്ലോസ്കോപ്പിക് മെത്തേഡ് എന്നും പറഞ്ഞതും കൂടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ഈ 4 മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എ സി ബൈ റേഷ്യോ കണ്ടുപിടിക്കാം. ഇതിൽ ഹെട്രോഫോറിയ മെത്തേഡിനും ഗ്രേഡിയൻ മെത്തേഡിനൊക്കെ ടെക്സ്റ്റിൽ ഇക്വേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. അത്രയും ഉള്ളോട്ടൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറയുന്നില്ല. ഇനി കൂടുതലായിട്ട് അറിയേണ്ടവർ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് വായിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പരിമിതമായിട്ടുള്ള സമയത്തിനുള്ളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ബാക്കി ഉള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് എന്ത് ചെയ്യണം, റെഫർ ചെയ്യണം. നെക്സ്റ്റ്, കൺവേർജൻ ഇൻസഫിഷ്യൻസി വിത്ത് ഹൈപ്രോപ്സ് ഗിവ്സ്. ഓപ്ഷൻ: എ അണ്ടർ കറക്ഷൻ, ബി ഫുൾ കറക്ഷൻ, സി ഓവർ കറക്ഷൻ, ഡി നോ കറക്ഷൻ നീഡഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ അണ്ടർ കറക്ഷൻ ആണ്. കൺവേർജൻ ഇൻസഫിഷ്യൻസി ഹൈപ്രോപ്സിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലസ് പവർ കുറച്ചൊന്ന് അണ്ടർ കറക്റ്റ് ചെയ്തിട്ടാണ് കൊടുക്കുക. അവർക്ക് ആ ഒരു കൺവേർജൻസ് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അക്കോമഡേഷൻ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവഴി കൺവേർജൻസിലും കൂടെ എത്തും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ മയോപ്സിൻ്റെ കേസാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ ഫുൾ കറക്ഷൻ കൊടുക്കാമെന്നും പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ ഓവർ കറക്ഷൻ കൊടുക്കാമെന്നും പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എ കെ ഖുറാനയുടെ തിയറി ആൻഡ് പ്രാക്ടീസ് ഓഫ് ഒപ്റ്റിക്സ് ആൻഡ് റിഫ്രാക്ഷൻ എന്നുള്ള ടെക്സ്റ്റിൽ പറയുന്നത് മയോപ്സിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ കറക്ഷൻ, കൺവേർജൻസ് ഇൻസഫിഷ്യൻസി വിത്ത് മയോപ്സ് ആണെങ്കിൽ ഫുൾ കറക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ അക്കോമഡേഷൻ ആൻഡ് കൺവേർജൻസ് എന്ന് പറഞ്ഞ പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. മാക്സിമം ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പറഞ്ഞത്. ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഒപ്റ്റോമെട്രിയുടെ ക്ലാസ് അല്ലല്ലോ എടുക്കുന്നത്, നമ്മളൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഏതായിട്ടുള്ള രീതിയിലുള്ള പഠിത്തം കൂടെ മുമ്പോട്ട് കൊണ്ടുപോവുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.